സെക്രട്ടറി കൺവെൻസി മലപ്പുറത്താണ്. പ്രോഗ്രാമിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും കൂടി ഒന്ന് പറഞ്ഞാൽ കറണ്ട് ഒരുവിധം ഗുഡ് മോർണിംഗ്. എൻ്റെ പേര് ഷഗീഷ്. ഞാൻ കൊച്ചിൻ കോട്ടയം എംപ്ലോയീസ് കോർപ്പറേഷൻ സൊസൈറ്റിയിലാണ് സെക്രട്ടറിയാണ്. എന്താണെന്ന് വെച്ചാൽ അടുത്ത കാലത്തായിട്ട് സഹകരണ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മാറ്റങ്ങൾ, എല്ലാ മാറ്റങ്ങളും ഒന്നിച്ചായിരിക്കും എന്നാണ് എൻ്റെ പ്രശ്നം. അമെൻമെൻറ്റ് വന്നു, ചിട്ടിയിൽ മാറ്റങ്ങൾ വന്നു, ഓൾറെഡി ബാങ്കിങ്ങിൽ വരുന്ന മാറ്റങ്ങൾ, ലോകത്തിലെല്ലാ അടുത്തുള്ള സഹകരണ സാമ്പത്തിക മേഖലകളിൽ വലിയ മാറ്റങ്ങൾ. ഈ എല്ലാ മാറ്റങ്ങളും ഒന്നിച്ച് നേരിടാൻ ഹതഭാഗ്യരായ ജീവനക്കാരാണ് ഞങ്ങൾ മാറുകയും ചെയ്തു. അപ്പോൾ നമ്മൾ ബാങ്കിൽ മാറി നമ്മുടെ ബാങ്കിൽ ആദ്യമായിട്ടാണ് 7 വർഷത്തെ പാരമ്പര്യമുള്ള സൊസൈറ്റിയാണ്. പക്ഷേ ആദ്യമായിട്ടാണ് പ്രൊഫഷണൽ പ്രോഗ്രാമിൽ വരുന്നത്. സെക്രട്ടറി മാറ്റുകയാണ്, ബുദ്ധിമുട്ടെങ്ങും പോകില്ല. അപ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറി ആയിരിക്കും വലിയതാകാൻ. പക്ഷെ എനിക്ക് സന്തോഷമാണ്. ഒരാഴ്ച എല്ലാ തീർത്ഥാടനം പോലെ ആയിട്ട് കന്യാകുമാരികൾ പോകും, അടുത്ത നാട്ടുകാരെ അങ്ങനെയൊക്കെ ആഗ്രഹം. നമ്മുടെ ഷെഡ്യൂൾ ഉള്ളപ്പോൾ ഞാൻ പിന്നെ എക്സ്പോ നടക്കുന്നത് കഴിഞ്ഞ വർഷം കൊച്ചിയിലായിരുന്നു. ഞങ്ങൾ സജീവമായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. ഞങ്ങളുടെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം എംപ്ലോയീസ് ബാങ്കിൽ സംഘടന നേരിടുന്ന എല്ലാ പ്രതിസന്ധി അറിയാം. എല്ലാ എംപ്ലോയീസിൻ്റെയും ഇതിപ്പോൾ എല്ലാവരും ഉണ്ട്, എല്ലാ ബാങ്കുകാരും ഉണ്ട്. ഞങ്ങളെപ്പോഴും ആവശ്യപ്പെടുന്നത് ഞങ്ങൾക്ക് വേണ്ടി മാത്രം ഞങ്ങളുടെ പ്രശ്നങ്ങൾ സർക്കാരിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടി ഒരു പ്രോഗ്രാം വേണമെന്നാണ്. അപ്പോൾ അങ്ങനെ ഞങ്ങളെപ്പോലെ ഒരു വിഭാഗം ഉണ്ട് ഗവൺമെൻറ്റിന് തുറന്നേ. എംപ്ലോയീസ് എല്ലാം വെച്ചാണ്, അവർക്ക് യൂസ് ഒന്നും ഇല്ലാന്നുള്ളൊരു ധാരണയാണ്. പക്ഷേ മെമ്പേഴ്സിൻ്റെ ഞങ്ങളുടെ അന്യം നിന്ന് പോകുന്നൊരു സംഘടനയാണ് എംപ്ലോയീസ് സൊസൈറ്റി. അപ്പോൾ ഞങ്ങൾ സ്വിച്ച് ഓവർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ടൂറിസമാണ് പഠിച്ചിരിക്കുന്നത്. കൊച്ചി പോലെ സ്ഥലത്ത് ടൂറിസത്തിനാണുള്ള സാധ്യതയാണ്. പ്രത്യേകിച്ച് സഹകരണ മേഖലയിൽ മറ്റാരും അധികം ഇനിഷ്യേറ്റീവ് എടുക്കാത്തതുകൊണ്ട് തന്നെ ഞങ്ങളത് ശ്രമിച്ചു. ജീവനക്കാർക്ക് ടൂറിസം അപ്പോൾ അവരെ ബുദ്ധിമുട്ടി പ്രയോജനം വാങ്ങി 2 വർഷത്തോളം ഒരുപാട് കമ്പനികളും ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ കൈവക്കാൻ അവസരം കിട്ടും. അപ്പോൾ അതായത് ഈ പ്രോഗ്രാമില്ലെങ്കിലും ഞാൻ തന്നെ വരുവാൻ പ്ലാൻ ചെയ്തിരുന്നതാണ്. പക്ഷേ എല്ലാം കൂടി ബാങ്കിൽ വണ്ടി ഒന്നിച്ചു. അപ്പോൾ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം നമ്മൾ മറ്റു മേഖലകളിൽ നടക്കുന്നത് അത്യാവശ്യമാണ്. അടിസ്ഥാനപരമായി നമ്മുടെ സോഫ്റ്റ് സ്കില്ലും നമ്മുടെ സ്കില്ലേക്ക് ഡെവലപ്പ് ചെയ്യേണ്ട ആവശ്യമാണ്. പൊതുവെ ഇപ്പോൾ ബോർഡിന് വേണ്ടി ഒരു പ്രോഗ്രാം പറയും. നിങ്ങൾ ബോർഡ് മീറ്റിംഗ് തന്നെ പങ്കെടുക്കാത്ത കേസുള്ളത്. അപ്പോൾ വലിയ പ്രശ്നമാണ്. ഈ മേഖലയിലെ എല്ലാ പ്രശ്നങ്ങളും കുറച്ച് ചെറുപ്പക്കാർ, ഞാനെനിക്ക് പ്രായം പ്രമാണം ചെയ്യുന്ന ആളാണ്. അപ്പോൾ കുറേ കൂടി ചെറുപ്പക്കരയിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും എന്നാണ് ബോർഡിൽ വളരെ പ്രതീക്ഷയോടാണ് വളരെ ദിവസം ഉണ്ടാക്കുന്നതിന്. താങ്ക് യു. ഇടുക്കി ജില്ലയിലെ ഞാൻ ഇതിനു മുമ്പും ഒരു പറ്റിയില്ല. എന്നാലും ഒരു അറിയാവുന്നതാണ്. യുവസാറിൻ്റെ ക്ലാസ്സുണ്ട്. യുവസാറിന് നേരത്തെ യുവസാറിൻ്റെ ക്ലാസ് ഉണ്ടായിരുന്നു. വേറെ ക്ലാസ്സുകളെല്ലാം എനിക്ക് ഏകദേശം ഇപ്പം നമ്മളിപ്പം സാറ് പറഞ്ഞ പോലെ തന്നെ ഏതായാലും നമ്മൾ എല്ലാ ദിവസവും രാവിലെ എണീറ്റ് തിരിച്ചു പോയി കിടക്കുന്ന ഒരു തലവേദനയായിട്ടാണ് പോയി കിടക്കുന്നത്. എന്നാൽ ഒരാഴ്ച ഫ്രീ ആയിട്ടൊന്ന് മാറി നീങ്ങി ഞങ്ങളിപ്പോൾ മുമ്പേടെ അവിടെ തൊടുപുഴ ഒരു ക്ലാസ് അറ്റൻഡ് അവർ നടത്തുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഒരാഴ്ച വിട്ടു നിൽക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റോട് കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഒരാഴ്ച എല്ലാം കൂടെ ഓക്കെ. താങ്ക് യു. എൻ്റെ പേര് ജോജി ജോൺ. ഇടുക്കി ജില്ലയിലെ പുതിയാമറ്റം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിൻ്റെ ബ്രാഞ്ച് മാനേജറായിട്ട് പ്രവർത്തിക്കുന്നു. നമ്മുടെ സഹകരണ മേഖല ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ അകത്തുനിന്നും പുറത്തുനിന്നും കൂടുതൽ ഭംഗിയായിട്ട് ഫലപ്രദമായ രീതിയിലുള്ള ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ ഇതിൽ പങ്കെടുക്കുന്നത്. നേരത്തെ ഇവിടെ
പങ്കെടുത്തിട്ടുണ്ട്. പറഞ്ഞതുപോലെ ഇന്നത്തെ സഹകരണ മേഖലയിൽ കടന്നുപോയിട്ടുള്ള കുഴപ്പങ്ങൾ നമ്മുടെ ബാങ്കിലും കടന്നുപോകും എന്നുള്ള അവസ്ഥയിൽ വന്നിട്ടില്ല. അപ്പം അതിനെയും പറഞ്ഞതുപോലെ ബോർഡ് മെമ്പർമാർക്കും ക്ലാസ് കൈകാര്യം ചെയ്യുന്നതെന്ന് സന്തോഷം. കാരണം അത് കൂടുതലും എല്ലാ പ്രശ്നങ്ങളും വന്ന് വഹിക്കുന്ന അവസാനം ജീവനക്കാരുടെ തൊഴിലാളികളായിട്ടാണ് മാത്രമാണെന്നുള്ളത്. അപ്പം അതിന് മാറ്റം വരുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന തെറ്റുകളാണെങ്കിൽ അത് നമ്മുടെ നടപടിക്രമത്താൽ ബോർഡിലുണ്ടാകുന്ന ചിന്തിക്കാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസം വളരെയധികം ഈ വരുന്ന ക്ലാസ്സിൽ എല്ലാവർക്കും കൊണ്ടുവരാൻ കഴിയും എന്നുള്ളൊരു സംഭവം കൂടിയാണ് അശ്വതി എന്നാണ് എൻ്റെ പേര്. വരുന്നത് കായംകുളം കോപ്പറേറ്റീവ് ബാങ്ക്, അവിടുത്തെ സെക്രട്ടറിയായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഞാനും ആദ്യമായിട്ടാണ് വരുന്നത്. പിന്നെ എൻ്റെ ബാങ്കിലെ ഒരു സ്റ്റാഫ് കൂടെ നേരത്തെ വന്നിട്ടുണ്ട്. അതറിഞ്ഞ അനുസരിച്ചാണ് ഞാൻ ഈ ICM തന്നെ തിരഞ്ഞെടുത്തത്. ഈ ബാങ്കിലേക്ക് വേണ്ടുന്ന പുതിയ പുതിയ കാര്യങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാമെന്നുള്ളതും ഉണ്ട്. പിന്നെ കുറച്ച് ദിവസം ബാങ്കിൽ നിന്നൊക്കെ ഒന്ന് മാറി നിൽക്കാം, വീട്ടിൽ നിന്നും മാറി നിൽക്കാം എന്നുള്ളൊരു ഉദ്ദേശവും കൂടിയുണ്ട്. പ്രത്യേകിച്ചും ബാങ്കിൽ നിന്ന് അത്രേ ഉള്ളൂ. എറണാകുളം ജില്ലയിലെ ഇന്ത്യയിലോട്ട് ഡെവലപ്പ് അപ്പോൾ വന്നിട്ടുള്ള പുതിയ മാറ്റങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട്. അമെൻമെൻറ്റ് MSS ചിട്ടി MSS ആയിരിക്കും ഒരുപാട് കാര്യങ്ങൾ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മനസ്സിലാക്കാം. എൻ്റെ പേര് സീതാലക്ഷ്മി. ഞാൻ പതാക 2 മാസത്തോടെ കഴിഞ്ഞ സെക്രട്ടറിയുടെ പോസ്റ്റ് കൈകാര്യം ചെയ്യേണ്ട ആളാണ്. അതിനു വേണ്ടുന്ന നിർദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം ഉൾക്കൊള്ളുകൊണ്ട് പോകാം എന്നുള്ള ആത്മവിശ്വാസത്തിലാണ് വന്നിരിക്കുന്നത്. 2022 ഞാനിവിടെ ട്രെയിനിങ്ങിന് വന്നിരുന്നു. അപ്പോൾ വലിയ സന്തോഷത്തിലാണ് വന്നത്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല. എൻ്റെ വീട്ടിൽ ഹസ്ബൻഡും മോനേ ഉള്ളൂ. പാചകമൊന്നും അവർക്കറിയത്തില്ല. തിരിച്ചു ചെല്ലുമ്പോൾ എന്തൊക്കെ ആക്കി വെക്കുമെന്നൊക്കെ കണ്ടറിയാം. അന്ന് അമ്മയുണ്ടായിരുന്നു, ഇന്ന് അമ്മയില്ല. അമ്മ 6 മാസമായി ഹസ്ബൻഡിൻ്റെ അമ്മ മരിച്ചിട്ട്. സ്വന്തം അമ്മയെപ്പോലായിരുന്നു. അമ്മ എല്ലാ സപ്പോർട്ടും തന്നെ എന്നെ വിട്ടതാണ്. ഇന്ന് അമ്മയില്ല. അമ്മയുടെ ആത്മാവിന് നിത്യശാന്തി നേരം പ്രാർത്ഥന. ഞാൻ കൊല്ലം ജില്ലയിലെ കല്ലട റൂറൽ സഹകരണ സംഘത്തിൽ നിന്ന് സെക്രട്ടറി പോസ്റ്റാണ്. ഞാൻ 2019 കൊട്ടാരക്കര മുസ്ലിങ്ങൾ പങ്കെടുത്തായിരുന്നു. 6 വർഷമായി. തമിഴ്നാട് മാറിയിരിക്കാനുള്ള ആഗ്രഹങ്ങളുണ്ട്. ജനങ്ങളുടെ നടപടിയാണ്. 2 വർഷം മുമ്പ് ഞങ്ങളുടെ മികച്ച സംഘത്തിനുള്ള അവാർഡ് കൊല്ലം ജില്ലയിലെ അന്വേഷിക്കപ്പെട്ട ഞങ്ങളുടെ സംഘത്തിനായിരുന്നു. മികച്ച രീതിയിൽ പോകുന്നുണ്ട്. നല്ല ലാഭത്തിലാണ്. 10 എംപ്ലോയീസ് ഉണ്ട്. കുഴപ്പമില്ലാതെ പോകുന്ന സംഘമാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തിരുത്താമല്ലോ. ഇവിടെ വന്ന് അറിവുണ്ടാകുമ്പോൾ അതാണ് ഒന്നും കൂടി മനസ്സിലാക്കി പോകണമല്ലോ. മെയിൻ ലക്ഷ്യം. ജയാംബിക. ഹസ്ബൻഡ് 2 മക്കൾ വീട്ടിലുണ്ട്, അമ്മയുണ്ട്. എൻ്റെ പേര് അനിത. ഞങ്ങൾ റെസിഡൻസ് വെൽഫെയർ സൊസൈറ്റിയിൽ നിന്ന് വരുന്നതാണ്. ഒരു ചെറിയ സൊസൈറ്റിയാണ്. സ്റ്റാഫുകൾ എണ്ണം വളരെ കുറവാണ്. ഞാൻ സെക്രട്ടറി ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇൻക്രിമെൻറ്റ് കട്ട് ചെയ്യുമെന്ന് പറഞ്ഞതുകൊണ്ടാണ്, ഇൻസ്പെക്ടർ വന്ന് കട്ട് ചെയ്തത് പറഞ്ഞതുകൊണ്ടാണ് ട്രെയിനിങ് ഇറങ്ങിയത്. തിരിച്ചു കഴിയുമ്പോൾ എൻ്റെ ജോലികളെല്ലാം അതേപോലെ അവിടെ കിടക്കും. ആ ജോലിയെല്ലാം ചെയ്യേണ്ടി വരും. ഭംഗി പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയിൽ വന്നതാണ്. തോട്ടം തൊഴിലാളി കോപ്പറേറ്റീവ് സൊസൈറ്റി സെക്രട്ടറിയാണ്. സംഘം നന്നായിട്ട് പോകുന്ന സംഘമാണ്. തോട്ടം തൊഴിലാളി മേഖലയിലാണ് പ്രവർത്തിക്കുന്നത്. പിന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ടായി. ഞങ്ങളുടെ നാട്ടിലാണ് ഒരാൾ ആത്മഹത്യ ചെയ്തത്. ഡെപ്പോസിറ്റർ വന്ന് ആത്മഹത്യ ചെയ്തത് റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കെട്ടിടത്തിൽ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ ഒരുപാട് ദുരിതം അനുഭവിച്ചതാണ്. ഡെപ്പോസിറ്റിൻ്റെ പൈസ എല്ലാം മറ്റു രാത്രികൾ ഉണ്ടാക്കി ആളുകൾക്ക് കൊടുക്കേണ്ടി വന്നു. പുതിയ മാറ്റങ്ങൾ പഠിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ കോഴിക്കോട് ജില്ലയിലെ കാരശ്ശേരി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിലെ ചീഫ് അക്കൗണ്ടൻ്റാണ്. ഞാൻ എനിക്ക് തോന്നുന്നു 2003 മുതൽ ഇവിടുത്തെ ഇന്ദിരാവാസിനെ പോലെ എല്ലാ 1-2 തവണ പങ്കുകളും പോയിട്ടില്ല. ബാക്കി എല്ലാ തവണയും ഞാൻ ഇവിടെ തന്നെയാണ് വന്നിട്ടുള്ളത്. കണ്ണൂർ ഒരു പ്രാവശ്യം പോയിട്ടുണ്ട് ICL. പിന്നെ ഇപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മളുടെ എല്ലാ
പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ഒന്നും പഠിക്കാമെന്നും അതുപോലെ തന്നെ ഒരാഴ്ച ആരംഭിക്കാമെന്നും വിചാരിച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ട് വന്നത്. പെരുന്നാപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിൽ അക്കൗണ്ടന്റായി വർക്ക് ചെയ്തു. ഞാൻ ഇതിനു മുമ്പ് ഇവിടെ ഒരു ക്ലാസ്സിന് വന്നിട്ടുള്ളതായിരുന്നു. ടൈം ടേബിൾ അനുസരിച്ച് ഉള്ള ക്ലാസ്സുകൾ വളരെ നന്നായിട്ടാണ് ഇവിടെ പ്രിപ്പയർ ചെയ്തത്. അതുകൊണ്ടാണ് ഈ സ്ഥാപനം തന്നെ ഞാൻ തിരഞ്ഞെടുത്തത്. വീണ്ടും വരും. നമ്മുടെ ബാങ്ക് ക്ലാസ് 1 പ്രൊഫഷണൽ ഗ്രേഡിൽ വർക്ക് ചെയ്യും, പ്രവർത്തിക്കും. എല്ലാ അംഗങ്ങൾക്കും വർഷാവർഷം എല്ലാ വർഷവും ലാഭവിധം കൊടുക്കുന്ന ഒരു ബാങ്കാണ്. നമ്മുടെ ഈ സഹകരണ മേഖല ഇന്ന് നേരിടുന്ന അതിരൂക്ഷമായ പ്രതിസന്ധികളുണ്ട്. ഇപ്പൊ തന്നെ നോട്ട് നിരോധനം, അതുമായി ബന്ധപ്പെട്ട് സഹകരണ മേഖല തരണം ചെയ്ത ഒട്ടനവധി പ്രശ്നങ്ങളും ഒക്കെ അതിജീവിച്ചാണ് സഹകരണ മേഖല സർക്കാരിന്റെ പിന്തുണയോട് കൂടി ആ സമയത്ത് ഒരുപാട് ഡിപ്പോസിറ്റ് പിൻവലിക്കുന്ന സ്ഥിതി തന്നെ കേരളത്തിലെ സഹകരണ ബാങ്കുകൾ നേരിടേണ്ട സാഹചര്യമാണ്. അതെല്ലാം ഡിപ്പോസിറ്റ് ഗ്യാരണ്ടി കുറിച്ച് നമ്മുടെ സഹകരണ കോപ്പറേറ്റീവ് ബാങ്ക് ഇത് നല്ല നിലയിൽ വർക്ക് ചെയ്യും. ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ ചില ബാങ്കുകൾ നടക്കുന്നു. അത് മാധ്യമങ്ങൾ പത്രത്തിലൂടെ ആയാലും TV ചാനലുകളായാലും സഹകരണ മേഖലയെ തകർക്കുന്ന തരത്തിലുള്ള പല പല ചാനലുകളും സഹകരണ മേഖലയെ എതിരായിട്ട് പ്രവർത്തിച്ചത്. ഇതിനെല്ലാം അതിജീവിച്ചാണ് കേരളത്തിൽ സഹകരണ മേഖല മുന്നോട്ട് പോയിട്ടുള്ളത്. നല്ല ക്ലാസുകൾ തുടരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം. പുതിയ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് കൊല്ലമില്ല. ബാങ്ക് ക്ലാസ് സ്പെഷ്യൽ നമുക്ക് ചെറിയ പ്രവർത്തനങ്ങളിലുള്ള ബാങ്ക് നമ്മുടെ പഞ്ചായത്തിൽ തന്നെ 3 സർവീസ് ബാങ്കുകളാണ്. ഇതിൽ നല്ല രീതിയിൽ വ്യവസായ ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കാണ്. ഞാനിവിടെ 2004 ജോലി ചെയ്ത സമയത്ത് ഇവിടെ ബാബു സാറാണ്. ആ സമയത്ത് വന്നിട്ടുണ്ട്. പിന്നെ മുൻവിളയിലൊക്കെ പോയിട്ടുണ്ട്. പിന്നെ ഞങ്ങളുടെ ബാങ്കിൻ്റെ ഒരു കോൺഫറൻസ് ആവുന്നത് അവിടെ വെച്ച് ICMൻ്റെ ഈ മുൻവിളയിലെ ക്ലാസ്സുകളൊക്കെ അവിടെ വെച്ച് നടത്താറുണ്ട്. അപ്പം അങ്ങനെ അവിടെ തന്നെ ക്ലാസ്സിലൊക്കെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പം 2023 ഞാൻ ലാസ്റ്റ് നമ്മുടെ ബാങ്കിൽ തന്നെ വെച്ചൊരു കോഴ്സ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല ക്ലാസ്സുകളൊക്കെ 2004 നല്ല ക്ലാസ്സും നല്ല കാര്യങ്ങളൊക്കെ ആയി. ലീഗൽ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് നമ്മുടെ തന്നെ സ്റ്റാഫിലാണ്. ഞാൻ എൻ്റെ വന്നിട്ടുണ്ട്. 2ാമത്തെ വർഷമാണ് അക്കൗണ്ടൻ്റാണ്. പ്രൊമോഷനിലോട്ട് എത്താൻ വേണ്ടിയുള്ള ട്രെയിനിങ് എന്നുള്ള രീതിയിൽ പുതിയ അറിവുകൾ നേടണം, ഒരുപാട് പേര് പരിചയപ്പെടണം. ഇതെല്ലാം അങ്ങനെയാണ്. ഞാൻ ആലപ്പുഴ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് വരുന്നു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത്. ഞാൻ ഇതിന് മുന്നേ ഞങ്ങൾ ആലപ്പുഴയിൽ ക്യൂബിൽ ട്രെയിനിങ് ഒരു തവണ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളെ സംബന്ധിച്ച് അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകൾക്ക് മാത്രമായിട്ട് ഒരു ട്രെയിനിങ് സംഘടിപ്പിക്കുകയാണെങ്കിൽ ഞങ്ങൾ ബാങ്കുകൾക്ക് ഒത്തിരി യൂസ്ഫുൾ ആയിരിക്കും. ഞാൻ അന്ന് പോയപ്പോഴേക്കും തന്നെയും ഒത്തിരി കാര്യങ്ങളൊക്കെ നല്ലതായിട്ട് ഇത് തന്നെയാണ് ഞങ്ങളുടെ ബാങ്കിൻ്റെ ഉന്നമനത്തിന് വേണ്ടിയുള്ള ആയിട്ടുള്ളതും ഞങ്ങളുടെ ആ സ്ട്രക്ചറിലുള്ളതായിട്ടുള്ള കാര്യങ്ങളിൽ കുറവായിട്ടാണ് എനിക്ക് അത് ലഭിച്ചത്. ഇതുപോലുള്ള ക്ലാസ്സുകളിൽ ഞങ്ങൾ പ്രത്യേകം നൽകാനുള്ളൊരു കാര്യങ്ങളിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്യുകയാണ്. തന്നെയാണ് വന്നത്. എങ്കിലും എല്ലാ തവണയും ഞാൻ ICMൻ്റെ മിക്കവാറും ഉള്ള ഇത്തവണയും നബാർഡ് ഫ്രീ പ്രോഗ്രാമിൽ അറ്റൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിച്ചു. പക്ഷേ നടന്നില്ല. കഴിയുന്നത് എല്ലാത്തിലും പങ്കെടുക്കാറുണ്ട്. ICM കണ്ണൂർ ഇപ്പോൾ GSTയുടെ ക്ലാസ് വെച്ചപ്പോൾ അവിടെ വരെ പോയി. ICMൻ്റെ ക്ലാസ്സിനെ കുറിച്ച് എനിക്ക് ഭയങ്കര മതിപ്പാണ്. പുതിയ റിസർച്ചുകളും എങ്ങനെ വർക്ക് ചെയ്യണമെന്നുള്ളതിനെ കുറിച്ചൊക്കെ വളരെ നല്ലതായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. നല്ലൊരു ക്ലാസ്സാണ്. അതുകൊണ്ട് തന്നെ വന്നിട്ടുണ്ട്.
നമ്മുടെ ക്ലാസ്സിനെ കുറിച്ചുള്ള പ്രതീക്ഷകളൊക്കെ കേട്ടു. എനിക്ക് തോന്നുന്നു സഹകരണ മേഖലയിൽ പുതിയ കുറേ പുതിയ വരുന്ന അമെൻമെന്റ്സും അപ്ഡേഷൻസും അതിനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എല്ലാവർക്കും താല്പര്യം തോന്നുന്നു. അപ്പോൾ അതിൽ മാക്സിമം എല്ലാ കാര്യങ്ങളും നമ്മുടെ ഷെഡ്യൂളിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. GST ഉൾപ്പെടെ GST MSS ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ക്ലാസ്സിനെ കുറിച്ചോ എന്തെങ്കിലും എന്താണ് അപ്ഡേഷൻസ് എന്തെങ്കിലും ആവശ്യമെന്നുണ്ടെങ്കിൽ ഓരോ ദിവസം കഴിയുമ്പോഴും ഇപ്പം ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ തന്നെ അറിയിക്കണം. കോർഡിനേറ്റർ എന്നെ അറിയിക്കണം. എന്തെങ്കിലും ക്ലാസ്സിലെ മോഡിഫിക്കേഷൻസോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമാണെന്നുണ്ടെങ്കിൽ അറിയിച്ചാൽ മതി. പിന്നെ മാക്സിമം എനിക്ക് തോന്നുന്നു എല്ലാവരും പഠനത്തോടൊപ്പം ഒരു 6 ദിവസം ഒന്ന് വിട്ടു നിൽക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പം നമുക്ക് മാക്സിമം പഠിക്കാൻ വേണം, എന്നാൽ നമ്മൾ 6 ദിവസം ഒപ്പം എൻജോയ് ചെയ്യുകയും വേണം അല്ലേ. 6 ദിവസം നമ്മുടെ സ്ട്രെസ്സൊക്കെ ബാങ്കിലെ സ്ട്രെസ്സൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് 6 ദിവസം 6 നല്ല പഠന ദിവസങ്ങൾ ആവട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്.